ലേണേഴ്സ് ടെസ്റ്റിന് തയ്യാറെടുക്കുന്നവർ ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. 30 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുതൽക്കൂട്ടായിരിക്കും. 1. കാൽനട യാത്രക്കാർ കൊടും വളവുകളിലോ നിർത്തിയ വാഹനത്തിന് സമീപത്തോ റോഡ് മുറിച്ചു കടക്കരുത്. എന്തുകൊണ്ട്? ഓപ്ഷൻ എ, മറ്റു വാഹനങ്ങൾക്ക് അസൗകര്യം. ബി, മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് അസൗകര്യം. സി, ദൂരെ വരുന്ന മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാർ റോഡ് മുറിച്ചു കടക്കുന്നവരെ കാണുന്നില്ല. ഓപ്ഷൻ ഡി, നിർത്തിയ വാഹനങ്ങൾക്ക് അസൗകര്യം. ഓപ്ഷൻ സി, ദൂരെ വരുന്ന മറ്റു വാഹനങ്ങളുടെ ഡ്രൈവർമാർ റോഡ് മുറിച്ചു കടക്കുന്നവരെ കാണുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗിയറുകളുടെ സഹായത്തോടെ വാഹനം നിർത്തുന്നത് എങ്ങനെ? ഓപ്ഷൻ എ, ഗിയർ ന്യൂട്രലിലേക്ക് കൊണ്ടുവരുന്നു. ബി, എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. സി, ഗിയറുകൾ ഓരോന്നായി താഴ്ത്തുന്നു. ഡി, ക്ലച്ചും ബ്രേക്കും ഒരേ സമയം അമർത്തുന്നു. ഓപ്ഷൻ സി, ഗിയറുകൾ ഓരോന്നായി താഴ്ത്തുന്നു. 3. ദീർഘദൂര യാത്രയ്ക്ക് മുമ്പ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ. ഓപ്ഷൻ എ, ഇന്ധനം, എൻജിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളൻ ലെവൽ. ബി, ടയറിൻ്റെ അവസ്ഥ, സ്പെയർ വീൽ, ആവശ്യമായ ഉപകരണങ്ങൾ. സി, ബ്രേക്കുകളുടെ അവസ്ഥ, എല്ലാ ഡ്രൈവ് ബെൽറ്റുകളുടെയും ടെൻഷൻ. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 4. പ്രഥമ ശുശ്രൂഷ കേന്ദ്രം എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ. 5. രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നത് കാരണമാക്കുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻ എ, 2000 രൂപ. ബി, 5000 രൂപ പിഴ. സി, 10000 രൂപ പിഴ. ഡി, 3000 രൂപ പിഴ. ഓപ്ഷൻ ബി, 5000 രൂപ പിഴ. 6. ക്വസ്റ്റ്യൻ, മറ്റൊരു വാഹനത്തിൻ്റെ ഡ്രൈവറുടെ പെരുമാറ്റം നിങ്ങളെ വിഷമിപ്പിച്ചു. അതിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ ശാന്തമാകാം? ഓപ്ഷൻ എ, വാഹനം നിർത്തി ചെറുതായെന്ന് വിശ്രമിക്കുക. ഓപ്ഷൻ ബി, അധിക്ഷേപകരമായ ഒരു ഭാഷയിൽ ആക്രോശിക്കുക. സി, നിങ്ങളുടെ കൈകൊണ്ട് അവരോട് ആംഗ്യം കാണിക്കുക. ഡി, ഹെഡ്ലൈറ്റുകൾ തെളിച്ചുകൊണ്ട് അവരുടെ കാറിനെ പിന്തുടരുക. ഓപ്ഷൻ എ, വാഹനം നിർത്തി ചെറുതായെന്ന് വിശ്രമിക്കുക. 7. മദ്യപിച്ച് വാഹനം ഓടിക്കൽ. എ, സ്വകാര്യ വാഹനങ്ങളിൽ അനുവദിക്കും. ബി, രാത്രി സമയത്ത് അനുവദിച്ചിരിക്കുന്നു. സി, എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. ഡി, ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ അനുവദിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി, എല്ലാ വാഹനങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. 8. മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിച്ചാൽ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻ എ, 5000 രൂപ പിഴ. ഓപ്ഷൻ ബി, 10000 രൂപ പിഴ. സി, 15000 രൂപ പിഴ. ഡി, 20000 രൂപ പിഴ. ഓപ്ഷൻ സി, 15000 രൂപ പിഴ. ഏത് സാഹചര്യത്തിലാണ് മറ്റ് ഡ്രൈവർമാർക്ക് അവരുടെ ഹെഡ്ലൈറ്റുകൾ നിങ്ങൾക്ക് നേരെ ഫ്ലാഷ് ചെയ്യാൻ അനുവദിക്കുന്നത്? ഓപ്ഷൻ എ, മറികടക്കുമ്പോൾ. അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ. ബി, നിങ്ങൾക്ക് അപകടമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകാൻ. സി, നിങ്ങൾ വേഗത പരിധി ലംഘിക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകാൻ. ഡി, അവർ നിങ്ങൾക്ക് വഴിതിരികയാണെന്ന് നിങ്ങളെ അറിയിക്കാൻ. ഓപ്ഷൻ എ, മറികടക്കുമ്പോൾ അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, വലതുവശത്തേക്ക് റോഡുള്ള ജംഗ്ഷൻ. ബി, വൈ ഇൻ്റർസെക്ഷൻ വലത്. സി, മുന്നിൽ വലതുവശത്തേക്കുള്ള കയറ്റം. ഡി, നിർബന്ധമായും മുന്നോട്ട് പോവുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക. ഓപ്ഷൻ ബി, വൈ ഇൻ്റർസെക്ഷൻ വലത്. 11. വേഗപരിധി ലംഘിച്ച് ഹെവി മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാവുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻ എ, 5000 രൂപ പിഴ. ബി, 4000 രൂപ പിഴ. സി, 3000 രൂപ പിഴ. ഡി, 1500 രൂപ പിഴ. ഓപ്ഷൻ ബി, 4000 രൂപ പിഴ. 12. ഡാഷിൻ്റെ ഉപഭോഗം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങൾ ഡ്രൈവർ കർശനമായി പാലിക്കേണ്ടതാണ്. കൂടാതെ മറ്റു ജീവനക്കാരും യാത്രക്കാരും അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. ഓപ്ഷൻ എ, മദ്യം. ബി, മയക്കുമരുന്ന്. സി, പുകവലി. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 13. ഏതെങ്കിലും ശാരീരിക വൈകല്യമുള്ള ഒരു വ്യക്തിയുടെ ഉപയോഗത്തിനായി സെക്ഷൻ 52-ലെ ഉപവകുപ്പ് 2 പ്രകാരം പ്രത്യേകം രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതുമായ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരു മോട്ടോർ വാഹനത്തെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ, ഇൻവാലിഡ് ക്യാരേജ്. ഓപ്ഷൻ ബി, വികലാംഗ വാഹനം. സി, അഡാപ്റ്റഡ് വാഹനം. ആൻസർ ഓപ്ഷൻ സി, അഡാപ്റ്റഡ് വാഹനം. 14.
ഫോർമേഷൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ എ, ഫോർമേഷൻസ് എന്നാൽ ശവസംസ്കാരവും മറ്റു ഘോഷയാത്രയും അല്ലെങ്കിൽ സൈനികരുടെയോ പോലീസ് സംഘത്തിൻ്റെയോ സംഘമോ മൃഗങ്ങളുടെയോ കന്നുകാലികളുടെയോ സംഘമോ ആകാം. ബി, ഡ്രൈവർ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയും ഫോർമേഷൻസിനും വാഹനത്തിനും ഇടയിൽ മതിയായ ഇടം നൽകുകയും സാവധാനത്തിലും ജാഗ്രതയോടെയും ഫോർമേഷനിലൂടെ കടന്നു പോകുകയും വേണം. ഓപ്ഷൻ സി, റോഡ് വാഹന ഗതാഗതത്തിനുള്ളതാണ്, അല്ലാതെ ഏതെങ്കിലും രൂപീകരണത്തിനോ ഘോഷയാത്രയ്ക്കോ അല്ലാത്തതിനാൽ ഡ്രൈവർക്ക് ഫോർമേഷൻസിലൂടെ വാഹനമോടിക്കാൻ. ഓപ്ഷൻ ഡി, ഫോർമേഷൻസ് വാഹനത്തിന് മുന്നിലുള്ള റോഡ് ക്രോസ് ചെയ്യുകയോ കടക്കാൻ പോവുകയോ ആണെങ്കിൽ ഡ്രൈവർ വാഹനം നിർത്തി റോഡ് മുറിച്ചു കടക്കാൻ ഫോർമേഷൻസിനെ അനുവദിക്കണം. ഓപ്ഷൻ സി, റോഡ് വാഹന ഗതാഗതത്തിനുള്ളതാണ്, രൂപീകരണത്തിനോ ഘോഷയാത്രയ്ക്കോ അല്ലാത്തതിനാൽ ഡ്രൈവർക്ക് ഫോർമേഷൻസിലൂടെ വാഹനം ഓടിക്കാം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, പെട്രോൾ പമ്പ്. ബി, പാർക്കിംഗ് സ്ഥലം, സൈക്കിൾ റിക്ഷകൾ. സി, ഓട്ടോറിക്ഷ പാർക്കിംഗ് നിരോധിച്ചു. ഡി, പാർക്കിംഗ് സ്ഥലം, ഓട്ടോറിക്ഷകൾ. ഓപ്ഷൻ ഡി, പാർക്കിംഗ് സ്ഥലം, ഓട്ടോറിക്ഷകൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റോപ്പ് ലൈൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ, വെള്ളയോ മഞ്ഞയോ നിറത്തിൽ റോഡിൻ്റെ അരികിലൂടെ വരച്ച വര. ബി, റോഡ് ജംഗ്ഷൻ്റെയോ കാൽനട ക്രോസിങ്ങിൻ്റെയോ സമീപനത്തിൽ വെള്ളയോ മഞ്ഞയോ നിറത്തിൽ 5 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു ലൈൻ. സി, റോഡിൻ്റെ നടുവിലൂടെ ഉള്ള ഇടവിട്ട വെള്ളവര. ഡി, മഞ്ഞ നിറത്തിൽ റോഡിൻ്റെ നടുവിലൂടെയുള്ള വര. ഓപ്ഷൻ ബി, റോഡ് ജംഗ്ഷൻ്റെയോ കാൽനട ക്രോസിങ്ങിൻ്റെയോ സമീപനത്തിൽ വെള്ളയോ മഞ്ഞയോ നിറത്തിൽ 5 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ലൈൻ. 17, നേരെ പോകേണ്ട ഒരു ക്രോസിങ്ങിനെ സമീപിക്കുമ്പോൾ. ഓപ്ഷൻ എ, വലതുപാതയിലേക്ക് വാഹനം മാറ്റുക. ഓപ്ഷൻ ബി, ക്രോസിങ്ങിലെ മധ്യപാതയിലേക്ക് വാഹനം മാറ്റുക. സി, കുറഞ്ഞത് 200 മീറ്റർ മുന്നിൽ വാഹനം മധ്യപാതയിലേക്ക് മാറ്റുക. ഡി, കുറഞ്ഞത് 50 മീറ്റർ മുന്നിൽ വാഹനം മധ്യപാതയിലേക്ക് മാറ്റുക. ഓപ്ഷൻ ഡി, കുറഞ്ഞത് 50 മീറ്റർ മുന്നിൽ വാഹനം മധ്യപാതയിലേക്ക് മാറ്റുക. 18, ഒരു കാർ ഓടിക്കുമ്പോൾ ശരിയായി ക്രമീകരിച്ച ഹെഡ് റിസ്ട്രെയിൻറ്റ് നിങ്ങളെ ഡാഷ് സഹായിക്കും. ഓപ്ഷൻ എ, നിങ്ങളെ കൂടുതൽ സുഖകരമാക്കുവാൻ. ബി, കഴുത്തിന് പരിക്കേൽക്കാതിരിക്കാൻ സഹായിക്കും. സി, വിശ്രമിക്കാൻ നിങ്ങളെ സഹായിക്കുക. ഡി, നിങ്ങളുടെ ഡ്രൈവിംഗ് സ്ഥാനം നിർത്താൻ സഹായിക്കുക. ഓപ്ഷൻ ബി, കഴുത്തിന് പരിക്കേൽക്കാതിരിക്കാൻ സഹായിക്കൂ. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡ്രൈവർ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത്? ഓപ്ഷൻ എ, രജിസ്ട്രേഷൻ നമ്പർ കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ബി, ടയറിൻ്റെ പ്രഷർ, വീൽ നട്ട് എന്നിവ ശരിയായ രീതിയിലാണെന്ന്. സി, ഇന്ധനം, കൂളൻ്റ് ഇല്ലെങ്കിൽ ഓയിൽ ചോർച്ച എന്നിവ പരിശോധിക്കുക. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 20, വാണിജ്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം ഡാഷ്. എ, മഞ്ഞ പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരവും അക്കവും. ബി, കറുത്ത പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരവും അക്കവും. സി, വെളുത്ത പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരവും അക്കവും. ഡി, മഞ്ഞ പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരവും അക്കവും. ഓപ്ഷൻ എ, മഞ്ഞ പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരവും അക്കവും. 21, വാഹനം ഓടിക്കുമ്പോൾ സ്കൂൾ എന്ന ട്രാഫിക് അടയാളം കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, വാഹനം നിർത്തി ഹോൺ മുഴക്കി മുന്നോട്ട് പോവുക. ബി, വേഗത കുറയ്ക്കുകയും ജാഗ്രതയോടെ തുടരുകയും ചെയ്യുക. സി, തുടർച്ചയായി ഹോൺ മുഴക്കി മുന്നോട്ട് പോവുക. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ബി, വേഗത കുറയ്ക്കുകയും ജാഗ്രതയോടെ തുടരുകയും ചെയ്യുക. ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, നിശബ്ദ മേഖലകളിൽ നിങ്ങൾ ഹോൺ മുഴക്കരുത്. ബി, നിങ്ങൾ മൾട്ടി ടോൺ ഉള്ള ഹോൺ ഉപയോഗിക്കരുത്. സി, അനാവശ്യ ശബ്ദമുണ്ടാക്കി വാഹനം ഓടിക്കരുത്. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 23, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, കുത്തനെയുള്ള കയറ്റം. ബി, കുത്തനെയുള്ള ഇറക്കം. സി, കരിങ്കൽ റോഡ്. ഡി, വലിക്കുന്ന വാഹനം. ഓപ്ഷൻ എ, കുത്തനെയുള്ള കയറ്റം. 4, രജിസ്ട്രേഷൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൈവശം ലഭ്യമല്ലെങ്കിൽ എത്ര ദിവസത്തിനും ഡ്രൈവർ അത് ആവശ്യപ്പെടുന്ന അതോറിറ്റിക്ക് മുമ്പാകെ ഹാജരാക്കണം? ഓപ്ഷൻ എ, 5 ദിവസം. ബി, 10 ദിവസം. സി, 15 ദിവസം. ഡി, 30 ദിവസം. ഓപ്ഷൻ സി, 15 ദിവസം. 25, നിങ്ങൾ ഒരു യു ടേൺ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ട്രാഫിക് ലൈറ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കവലയിൽ ഒരു പോലീസുകാരൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, ട്രാഫിക് ലൈറ്റ് ഇല്ലാത്ത മറ്റൊരു കവലയിലേക്ക് ഡ്രൈവ് ചെയ്യുക. ബി, ട്രാഫിക് ലൈറ്റ് പച്ച ആകുന്നത് വരെ യു ടേണിന് കാത്തിരിക്കുക. സി, കവലയിൽ ഒരു പോലീസുകാരൻ ഉണ്ടെങ്കിൽ യു ടേൺ എടുക്കാം. യു ടേൺ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, ട്രാഫിക് ലൈറ്റ് പച്ച ആകുന്നത് വരെ യു ടേണിന് കാത്തിരിക്കുക.
26. ഒരു റോഡപകടത്തിൽ പരിക്കേറ്റ വ്യക്തികളെ സഹായിക്കുന്ന പൗരനെ നിയമപരമോ നടപടിക്രമപരമോ ആയ തടസ്സങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ നിയമമേത്? ഓപ്ഷൻ എ റോഡ് സുരക്ഷാ അതോറിറ്റി നിയമം 2007, ബി കേരള പോലീസ് ആക്ട് 2011, സി ഗുഡ് സമരിറ്റൻ നിയമം, ഡി മോട്ടോർ വാഹന നിയമം 2011. ഓപ്ഷൻ സി ഗുഡ് സമരിറ്റൻ നിയമം. 27. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ വൈ എന്ന വാഹനം എക്സിനെ പോകാൻ അനുവദിക്കണം, ബി എക്സ് എന്ന വാഹനം വൈയെ പോകാൻ അനുവദിക്കണം, സി രണ്ട് വാഹനങ്ങൾക്കും പോകാൻ അവകാശമുണ്ട്, രണ്ട് വാഹനങ്ങൾക്കും പോകാൻ അനുവാദമില്ല. ഓപ്ഷൻ എ വൈ എന്ന വാഹനം എക്സിനെ പോകാൻ അനുവദിക്കണം. 28. ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഗ്രൂപ്പ് റൈഡിംഗ് രണ്ടോ അതിലധികമോ മോട്ടോർ സൈക്കിളുകൾ റോഡിൽ ഓടിക്കുന്ന സ്ഥാനങ്ങൾ: എ വശം ചേർന്ന്, ബി മോട്ടോർ സൈക്കിളുകൾക്കിടയിൽ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് സ്റ്റാഗ്ഡ് ലൈൻ നിലനിർത്തുക, സി ഒരൊറ്റ വരിയിൽ പരസ്പരം പിന്നിലേക്ക് യാത്ര ചെയ്യുക, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ബി മോട്ടോർ സൈക്കിളുകൾക്കിടയിൽ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് സ്റ്റാഗ്ഡ് ലൈൻ നിലനിർത്തുക. 29. റിയർ വ്യൂ മിററിൽ എന്തെങ്കിലും ഘടിപ്പിക്കുകയോ തൂക്കിയിടുകയോ ചെയ്യുന്നത്: ഓപ്ഷൻ എ റെഗുലേഷന് വിരുദ്ധമാണ്, ബി അതിൻ്റെ വലിപ്പം അനുസരിച്ച് അനുവദനീയമാണ്, സി ഒബ്ജക്റ്റ് ഡ്രൈവറുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നില്ലെങ്കിൽ അനുവദനീയമാണ്, ഡി വസ്തു മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സമാകുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. ഓപ്ഷൻ എ റെഗുലേഷന് വിരുദ്ധമാണ്. റോഡിൽ താഴ്ച സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ബി